ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നവാഗത സംവിധായകൻ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടിയുടേതായിട്ട് ഏറ്റവും പുതിയതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാറിന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബസൂക്ക. ഇക്കഴിഞ്ഞ ഏപ്രിൽ 10 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ആദ്യ ദിവസം എല്ലായിടത്തു നിന്നും നല്ല അഭിപ്രായങ്ങൾ ഒരേ സ്വരത്തിൽ നേടിയെടുത്തിട്ടും സിനിമയ്ക്കെതിരെ ശക്തമായ ഡിഗ്രേഡിംഗ് ആണല്ലോ ചില മേഖലകളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇനിയൊന്നും തന്നെ പ്രത്യേകിച്ച് തെളിയിക്കാനായിട്ടില്ലാത്ത ഒരു മെഗാസ്റ്റാറിന്റെ ഒരു പൂണ്ട വിളയാട്ടമാണല്ലോ സിനിമയുടെ അവസാനത്തെ 30 മിനിറ്റിൽ കാണാനായിട്ട് കഴിഞ്ഞത്. അഭിനയം കൊണ്ട് ഞെട്ടിച്ച ആ മെഗാസ്റ്റാർ മമ്മൂക്കയെ അപമാനിക്കുന്ന ലെവൽ തരം താഴ്ന്നു പോയിരിക്കുകയാണ് മലയാളത്തിലെ പ്രമുഖ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ചാനൽ എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ബസൂക്ക എന്ന സിനിമയോടൊപ്പം തൊട്ടപ്പുറത്തെ തിയേറ്ററുകളിൽ നെസ്ലൻ എന്ന നടൻ നായകനെത്തിയ ആലപ്പുഴ ജിംഖാന റിലീസ് ചെയ്തു എന്ന്. ഇപ്പോഴത്തെ ആദ്യ ദിവസം ബസൂക്ക മുന്നിൽ നിന്നു, എന്നാൽ രണ്ടാമത്തെ ദിവസം നെസ്ലനും പിള്ളേരും ചേർന്ന് നമ്മുടെ മലയാളത്തിന്റെ മെഗാ നടനെ മഹാനടനെ മലർത്തിയടിച്ചിരിക്കുന്നു എന്നൊരു ക്യാപ്ഷനോട് കൂടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊരു വളരെ മോശമായ ഡിഗ്രേഡിംഗ് ആയിപ്പോയി ഏഷ്യാനെറ്റ് ന്യൂസ് എന്നേ പറയാനായിട്ടുള്ളൂ. കാരണം ഈ മഹാനടനടക്കം ഒരുപാട് അഭിമുഖങ്ങളെല്ലാം തന്നെ നൽകിയ അത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഇങ്ങനെ ഒരു മലർത്തിയടിച്ചു എന്നൊക്കെ പറഞ്ഞ്, അതും ചെറിയ പീക്കിരി പിള്ളേർ ഈ മഹാനടനെ മലർത്തിയടിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ മോശം തരം താണ പരിപാടിയായി പോയി എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ഇങ്ങനെയൊക്കെ നമ്മുടെ മലയാളത്തിലെ മഹാനടനെ അപമാനിക്കുന്നത് വളരെ മോശമാണ്. എന്തായാലും ഇങ്ങനെയുള്ള ശക്തമായ ഡീഗ്രേഡിംഗ് പ്രമുഖ നെറ്റ്വർക്കിൽ നിന്ന് വരെ വന്നിട്ട് പോലും ബസൂക്ക എന്ന സിനിമ തിയേറ്റർ കുലുക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുലുക്കുന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.